സ്വന്തമായിട്ട് ചന്ദ്രമതി എന്ന പേരിൽ ഹോം അപ്ലയൻസസിന്റെ വലിയൊരു ഷോറൂം ഉണ്ട് എനിക്ക്. ഇതിന്റെ നിരവധി ബ്രാഞ്ചസ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഞാൻ മോട്ടിവേഷൻ സെലിബ്രിറ്റി ആയിട്ട് അറിയപ്പെടുന്ന കാലം വിദൂരമല്ല. പിന്നെ നിങ്ങൾ എല്ലാവരും ഈ സുധീന്ദ്രനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ദിവസം വരും. ഇവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ ഇപ്പൊ തന്നെ എല്ലാവരും ഇവനെ കുറിച്ച് സംസാരിക്കും. ഇവന് ഇവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യും. എന്താ സച്ചേട്ടാ? ഇതാ ഹായ്, ഞാൻ ശ്രുതി, ബ്യൂട്ടീഷ്യനാ. സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലറും ഉണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കപ്പിളിനെ പരിചയപ്പെടാം. ലെറ്റ്സ് ഇൻട്രോഡ്യൂസ് അവർ ലാസ്റ്റ് കപ്പിൾ. വന്നോളൂ. ഇതാ സച്ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സച്ചി. ഞാനൊരു ടാക്സി ഡ്രൈവറാ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് രേവതി. ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ. പൂ വിൽക്കലാണ് എന്റെ ജോലി. സ്കൂട്ടറിലാണ് പൂ വിൽക്കുന്നത്. സ്കൂട്ടറില് ഒരു ബോക്സ് ഒക്കെ വെച്ചിട്ട് അതില് പൂവും മാലയൊക്കെ കൊണ്ടുപോയി ഞാൻ വിൽക്കാറുണ്ട്. ഇതെന്താ ആരും കൈയടിക്കാതിരിക്കുന്നത്? എല്ലാവരും ഒന്ന് കൈയടി കൊടുക്കൂ. കൈയടിക്കൂ. കമോൺ. ഇനി എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരുന്നോളൂ. രേവതി, ഇതെന്താ അത്? മറ്റുള്ളവർക്ക് സ്വയം പരിചയപ്പെടുത്തുമ്പോ എല്ലാവരും കൈയടിച്ചില്ലേ? നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ മാത്രം പന്തിയിൽ ഭക്ഷണം കഴിഞ്ഞ പോലെ എല്ലാവരും നോക്കിയിരിക്കുക. ആരും കൈയടിച്ചില്ല. നമ്മൾ ചെയ്യുന്ന ജോലി അത്രയ്ക്ക് മോശമാണോ? നമ്മൾ ചെയ്യുന്ന ജോലിക്ക് എന്താ കുറവ്? നല്ല ജോലിയല്ലേ നമ്മൾ ചെയ്യുന്ന. എല്ലാ ജോലിക്കും അതിന്റേതായ മഹത്വമുണ്ട്. മറ്റുള്ളവരെങ്ങനെ കാണുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. അതൊക്കെ അവരുടെ ഇഷ്ടം. അവര് കൈയടിച്ചില്ലെന്ന് കരുതി നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളെ അധ്വാനിച്ച് ജീവിക്കുന്നവര്. മത്സരത്തിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർ ചെയ്യുന്ന ജോലി പോലെ തന്നെ മഹത്വമുള്ള ജോലി തന്നെയാ സച്ചേനും ചെയ്യുന്നത്. സച്ചേനെ വിശ്വസിച്ച് എല്ലാവരും സച്ചേന്റെ കാറിൽ കയറുന്നില്ലേ? ഏത് പാതിരാത്രിയിലും യാത്രക്കാരെ സുരക്ഷിതമായിട്ട് സച്ചേനെ എത്തിക്കുന്നില്ലേ? എഞ്ചിനീയറുടെയും ബിസിനസ്സുകാരുടെയും ഡോക്ടറുടെയും ലെക്ചററുടെയും മാത്രമല്ല ഈ ലോകം, ഡ്രൈവറുടെയും പൂ കെട്ടുന്നവരുടെയും കൂടിയാ. പിന്നെ പൂ കെട്ടുന്നത് സൂപ്പർ ജോലിയല്ലേ? ദൈവങ്ങളുടെ വിഗ്രഹത്തിൽ ചേർന്നത് നിങ്ങൾ കെട്ടുന്ന മാലയല്ലേ? അതെ, നമുക്ക് ഈ മത്സരത്തിൽ ജയിക്കണം രേവതി. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമ്മൾ തന്നെ ജയിക്കും സച്ചേട്ടാ. കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണ്. കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കപ്പിൾസിൽ നിന്ന് ലേഡീസ് എല്ലാവരും സ്റ്റേജിലേക്ക് വരും. ദ പവർഫുൾ ലേഡീസ് ആർ ഹിയർ. പ്ലീസ് കം. അതെ, ഭാര്യയും ഭർത്താവും ചേർന്ന് മത്സരിക്കാതെ എങ്ങനെയാ ബെസ്റ്റ് കപ്പിൾസിനെ തെരഞ്ഞെടുക്കുക? നമ്മളെ വിളിക്കാതെ എന്തിനാ അവരെ മാത്രം സ്റ്റേജിലേക്ക് വിളിച്ചത്? കൂൾ കൂൾ. നിങ്ങളെയും വിളിക്കും. ഫസ്റ്റ് റൗണ്ടിൽ ലേഡീസ് മാത്രമാണ് മത്സരിക്കുന്നത്. ഓ, ലേഡീസ് ഫസ്റ്റ് അല്ലേ? ഒരു കയ്യടിയോടെ നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് റൗണ്ട് ടാലന്റ് റൗണ്ട് ആണ്. ഓരോരുത്തർക്കും 3 മിനിറ്റ് വീതം സമയം തരും. അതിനിടയിൽ നിങ്ങൾക്കുള്ള ടാലന്റ് നിങ്ങൾ പ്രകടിപ്പിക്കണം. ഓരോരുത്തരും സ്റ്റേജിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയും. പറഞ്ഞോളൂ. ഞാൻ ഡാൻസ് ചെയ്യും. ഞാൻ പാട്ട് പാടും. ഞാൻ ഗിറ്റാർ വായിക്കും. ഞാൻ മറ്റുള്ളവരുടെ വോയിസ് അനുകരിക്കും. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഒരു ആണിനെ മേക്കപ്പ് ചെയ്ത് ഒരു പെണ്ണാക്കി മാറ്റാൻ എനിക്ക് കഴിയും. നിന്റെ ഭാര്യ ആണിനെ പെണ്ണാക്കി മാറ്റുമെന്ന് അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറയൂ. ഒന്നും മിണ്ടാതിരിക്കുക. ഒരു മര്യാദയില്ലേ മേക്കപ്പിന്റെ കാര്യം പറയുന്നത്? രേവതി, എന്ത് ടാലന്റാ ഉള്ളതെന്ന് പറയൂ. അത് ഒന്നുമില്ല. എന്താണ് നിന്റെ ഭാര്യയ്ക്ക് ഒരു ടാലന്റും ഇല്ലേ? അല്ല, ടാലന്റ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ അവൾക്ക് പറയാൻ പറ്റും. എന്റെ ഭാര്യ കണ്ണും മൂടി കെട്ടി മാല കിട്ടും. 3 മിനിറ്റ് കൊണ്ട് 3 മുഴം അവൾക്ക് മാല കിട്ടും. ആ അതെ, ഞാൻ കണ്ണു കെട്ടി മാല കെട്ടാം. വലിയ കാര്യമായി പോയി. നിന്ന് തള്ളാതൊന്നും ഇരിക്കുക. നീ വേണം. രേവതി സൂപ്പർ. ദാറ്റ്സ് അമേസിംഗ്. നമുക്ക് ആദ്യത്തെ ആളുടെ പെർഫോമൻസ് കണ്ടാലോ? ബാക്കി എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് പൊയ്ക്കോളൂ. ഹായ്, ഹലോ, ഞാൻ സുധി. അല്ല, നമ്മുടെ ഈ വിന്നർക്കുള്ള പ്രൈസ് മണി 1 ലക്ഷം രൂപയല്ലേ? അതെ. അത് എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. ഈ 1 ലക്ഷം രൂപയില് ടാക്സ് പിടിക്കൂ? ഇല്ല. ഇല്ല? അപ്പോ ഈ 1 ലാക്ക് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടുമോ അതോ ചെക്ക് ആയിട്ടായിരിക്കും? അത് വിൻ ചെയ്ത് അപ്പൊ പറയാം. ഓക്കെ, ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇദ്ദേഹത്തെ ഞാൻ മേക്കപ്പ് ചെയ്ത് പെണ്ണിന്റെ രൂപമാക്കി മാറ്റിത്തരാം. ഇരിക്കൂ സർ. റെഡി, എണീറ്റോളൂ. ഇതാണ് ഞാൻ ചെയ്ത ട്രാൻസ്ഫോർമേഷൻ. പാർലമെന്റിൽ കൊള്ളാൻ കേട്ടോ. പെണ്ണിനെ പോലെ തന്നെയുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രേമിക്കുന്ന ശ്രദ്ധിക്കണം. ചിലപ്പോ ആണിനെ ആയിരിക്കും പെണ്ണെന്ന് കരുതി പ്രേമിക്കുന്നത്. സച്ചേട്ടാ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. നിന്റെ ഉള്ളിൽ ഇത്രയും ടാലന്റ് ഉണ്ടായിരുന്നു. നീ എല്ലാ ദിവസവും രാവിലെ എന്നെ ഇതുപോലെ മേക്കപ്പ് ചെയ്ത് സുന്ദരനാക്കണം. അതുപോലെ നല്ല രസമായിട്ടുണ്ട്. ഹായ് ഓൾ. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് എന്റെ നോർമൽ വോയിസാ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്റെ അമ്മായിയമ്മയുടെ വോയിസാ. ഞാൻ എന്റെ അമ്മായിയമ്മയെ ഇവിടെ ആദ്യം അനുകരിക്കാൻ പോകുന്നത്. അയ്യോ അമ്മ, നീയൊക്കെ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ഇതേ എന്റെ അച്ഛൻ എനിക്ക് തന്ന വീടാ. അതായത് എന്റെ വീട്. നിന്റെയൊക്കെ ആട്ടം നിന്റെ വീട്ടിൽ മതി. ഇവിടെ പറ്റില്ല. ഞാൻ ആരാണെന്ന് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. ഈ ചന്ദ്രമതിയോട് കളിക്കില്ലേ മോളെ? അതെ, അമ്മ എന്നോട് പറയുന്നതാ അവളിവിടെ അനുകരിച്ചത്. സുധി, അവൾ അമ്മ ഇൻസൾട്ട് ചെയ്യല്ലേ? ഇത് വെറും തമാശയല്ലേ? ഞാൻ മെയിൽ വോയിസിലും സംസാരിക്കും. ഞാൻ എന്റെ ഹസ്ബൻഡ് സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് കാണിക്കാം. എടാ ശ്രീകാന്ത് നിന്നെയാ. പക്ഷെ എന്റെ വീട്ടിൽ ഇങ്ങനെയാ. നീ അഡ്ജസ്റ്റ് ചെയ്തോണം. മുതിർന്നവരെ അനുസരിക്കണം. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? അയ്യോ അമ്മ എന്ത് വിചാരിച്ചാണ്? അയ്യോ അച്ഛൻ എന്ത് വിചാരിച്ചാണ്? നീ ഒന്ന് മിണ്ടാതിരിക്കാവോ? അതാ നിനക്ക് നല്ലത്. ശ്രീ, നീ ടോട്ടൽ ഡാമേജ് ആയടാ. നീ ഔട്ട്. നിന്റെ കാര്യം പോയി. ഒന്ന് പോയടാ. താങ്ക് യു. കൊടുക്കേ. സുചിക, എന്നെ കൊണ്ട് പറ്റും. നീ ചെല്ല്. കണ്ണു കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ സൂപ്പർ. എന്താ ഇവനി കാണിക്കുന്നത്? കൾച്ചർലെസ് ഫെലോ. ഒന്നും മിണ്ടായിരിക്കടാ. രേവതി എടുത്ത് പ്രോത്സാഹിപ്പിക്കല്ലേ സച്ചേട്ടൻ? രേവതി അങ്ങനെ തന്നെ. വേഗം വേഗം. സമയം 3 മിനിറ്റേ ഉള്ളൂ. വേഗം കേട്ട്. ഒന്നും മിണ്ടാതിരിക്കടാ. എടാ ഓഡിയൻസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നീ അവിടെ ഇരിക്കടാ. നീ പോടാ വേട്ടാവളിയെ. സൂപ്പർ രേവതി, സൂപ്പർ രേവതി. സൂപ്പർ രേവതി. കൺഗ്രാറ്റ്സ്. താങ്ക് യു. പ്ലീസ് ബി സീറ്റഡ്.
ടെൻഷൻ അടിച്ചു പോയി. വേറെ ആർക്കും കിട്ടണമില്ല, നമുക്ക് തന്നെ കിട്ടും. നമ്മുടെ ആദ്യ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. നമ്മൾ ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് പോവുകയാണ്. സെക്കൻഡ് റൗണ്ടിന്റെ പേരാണ് ഹൗ ഡു യു ഫീൽ അബൌട്ട് യുവർ പാർട്ണർ. കപ്പിൾസ് സ്റ്റേജിൽ വന്ന് ഓപ്പോസിറ്റ് ആയി കയ്യിൽ പിടിച്ച് മുഖത്തോട് മുഖം നോക്കി ഇരിക്കുക. പാർട്ട്ണറിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളത് പറയുക. അല്ല, ആരുടെ മുഖത്ത് നോക്കി ഇരിക്കണ്ടേ? നിങ്ങളുടെ വൈഫിന്റെ തന്നെ. ഓ, സമാധാനം. സെക്കൻഡ് റൗണ്ട് തുടങ്ങുകയാണ്. ആദ്യമായി സുധീന്ദ്രനെയും വൈഫ് ശ്രുതിയെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രുതി, നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്റെ ലൈഫിൽ ഒരു ഏഞ്ചലിനെ പോലെ കടന്നു വന്നവളാ നീ. ഞാൻ ഹോപ്പ്ലെസ് ആയിരുന്ന ടൈമിൽ എന്നെ പ്രണയിച്ച് എന്റെ കൂടെ നിന്ന് എന്നെ വിവാഹം കഴിച്ചവളാ നീ. ലൈഫിൽ എനിക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഹോപ്പ് തന്നവളാ നീ. ശ്രുതി, നിന്നെ പോലെ എന്നെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല. എന്നിൽ നിന്നും നീ ഒന്നും മറച്ചു വെക്കാറുമില്ല. എന്റെ ലൈഫിൽ ശ്രുതി നല്ലത് മാത്രമേ ഇപ്പൊ നടക്കാറുള്ളൂ. ശ്രുതി, അതിന് കാരണം നീയാ. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഒരു രഹസ്യവും പാടില്ല. ശ്രുതി, നമ്മള് ഒന്നും മൂടി വെക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കേണ്ടതെന്ന് നീ എന്നെ പഠിപ്പിച്ചത്. നിന്റെ ലൈഫിൽ എന്ത് നടന്നാലും നീ അത് എന്നോട് പറയും. എന്റെ ശ്രുതിയെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം. എനിക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യമില്ല. ഇവളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നടക്കുന്നത് ഇവൾ എന്നോട് ഷെയർ ചെയ്യും. അത്രമാത്രം എന്റെ ശ്രുതിക്ക് എന്നെ ഇഷ്ടമാ. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു റിലേഷൻഷിപ്പിൽ പരസ്പര വിശ്വാസം അത് വളരെ പ്രധാനമാണ്. ഞങ്ങൾക്കിടയിൽ അത് നന്നായിട്ടുണ്ട്. എന്റെ വൈഫിനെ ഞാൻ അത്രമാത്രം വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു വൈഫിനെ കിട്ടിയ ഞാൻ എത്രത്തോളം. മതി ശ്രുതി, ശ്രുതി, ഇനി കൂടുതലൊന്നും പറയണ്ട. ശ്രുതി, ശ്രുതിക്ക് എന്നോട് ഇത്രമാത്രം അഫെക്ഷൻ ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ ഒരു മൊമെന്റ് ഞാൻ ജീവിതത്തെ മറക്കില്ല. ശ്രുതി, ശ്രുതി പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ ഞാൻ ശരിക്കും ഭാഗ്യവതിയാണ്. അറിയില്ലേ?